നമസ്കാരം. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മെയ് 4-ന് പുറത്തു വരുന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങളെപ്പറ്റി. പക്ഷേ രാജ്യം ഒന്നടങ്കം കാത്തിരിക്കുന്നത് ആസാമിലെയോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെയോ പുതുച്ചേരിയിലെയോ കേരളത്തിലെയോ ആ റിസൾട്ട് എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ടല്ല. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അത് ബംഗാളിൻ്റെ റിസൾട്ട് എന്തായിരിക്കുമെന്നറിയാനാണ്. കാരണം ബംഗാളിലെ റിസൾട്ടാണ് രാജ്യത്തിൻ്റെ തന്നെ മുന്നോട്ടുള്ള ഭാവിയെ നിർണ്ണയിക്കാൻ കെൽപ്പ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റിസൾട്ട്. അവിടെ BJP വന്നാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ ഭക്ഷ്യധാന്യങ്ങൾ അടക്കം അനധികൃതമായിട്ട് അടിച്ചു മാറ്റി തിന്നു കൊഴുത്തുകൊണ്ടിരുന്ന കുറേയേറെ വിദേശികളായിട്ടുള്ളവർ, അതായത് ബംഗ്ലാദേശികളടക്കമുള്ള മ്യാൻമറിൽ നിന്നൊക്കെ അടക്കമുള്ള കുറേ എണ്ണം പുറത്താവേണ്ടി വരും, പുറത്താക്കപ്പെടും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇവിടെയുള്ള ബാക്കിയുള്ളവർക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിതം കിട്ടും, ജീവിത നിലവാരം കിട്ടും. ഇതെല്ലാം ഇപ്പോൾ അനധികൃതമായി ഇന്ത്യക്കാരാണ് എന്ന ഭാവേന ഇവിടെ കടന്നുകൂടിയ ബംഗ്ലാദേശികളാണ് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ BJP ബംഗാളിൻ്റെ ഭരണം പിടിച്ചാൽ ഇത്രകാലവും വോട്ടിന് വേണ്ടി ഇതെല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച മമതയും അതിനു മുമ്പുള്ള CPM സർക്കാരും ചെയ്തുകൊണ്ടിരുന്ന ആ ഗുരുതരമായിട്ടുള്ള തെറ്റ് അവർ തിരുത്തുമെന്ന കാര്യം ഉറപ്പാണ്. അതിനാൽ ബംഗാളിൻ്റെ തിരഞ്ഞെടുപ്പ് റിസൾട്ടാണ് എല്ലാവരും നോക്കുന്നത്. അല്ലാതെ കേരളത്തിലെ ഇടത് വരുമോ വലത് വരുമോ എന്നൊന്നും രാജ്യത്തിനെ സംബന്ധിച്ച് ഒരു ഗൗരവമുള്ള കാര്യമല്ല. അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ DMK ആണോ അല്ലെങ്കിൽ ഇനി വിജയ് ആണോ എന്നതും രാജ്യം ഉറ്റുനോക്കുന്നതല്ല. ഇനി ആസാമിനെ സംബന്ധിച്ചും ആസാമിൽ ഇതിനകം തന്നെ ആർക്കും അത്ര വലിയ ആശങ്കയില്ല. കാരണം എല്ലാവർക്കും അറിയാവുന്ന പോലെ ഹിമന്ത ബിശ്വ ശർമ്മ എന്ന അതിശക്തനായിട്ടുള്ള BJPയുടെ മുഖ്യമന്ത്രിയാണ് അവിടെ ഭരിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വോട്ടും സീറ്റും നേടി ജയിക്കും എന്ന കാര്യം എല്ലാ മാധ്യമ സർവേകളിലും പുറത്തുവിടുന്നുണ്ട്. അതിനാൽ അവിടെ ആർക്കും ആശങ്കയില്ല, അവിടെ BJP തന്നെ തുടർന്ന് ഭരിക്കും. പക്ഷേ ഇവിടെ നിർഭാഗ്യവശാൽ മമത തന്നെ തുടരേണ്ടി വന്നാൽ അത് രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയെ അതീവ ഗുരുതരമായിട്ട് ബാധിക്കുന്ന കാര്യമായിരിക്കും എന്ന കാര്യത്തിൽ രണ്ട് പക്ഷമില്ല. കുറേ ചുടാപ്പികൾ അവിടെ നിന്നുകൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞാലും കമ്മ്യൂണിസ്റ്റുകാരിലും കോൺഗ്രസ്സുകാരിലുമൊക്കെ ഈ രാജ്യത്തിനോട് അല്പമെങ്കിലും കൂറും സ്നേഹവും ഉള്ളവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം ഇവിടെ കടന്നു കയറിയിട്ടുള്ള ബംഗ്ലാദേശികളെ പുറത്താക്കേണ്ടത് തന്നെയാണ്. ഗതികേടുകൊണ്ട് വോട്ടിന് വേണ്ടിയിട്ട് കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചാലും അത് ചെയ്യാൻ, ഇവരെ പുറത്താക്കാൻ കെൽപ്പുള്ള ഏക രാഷ്ട്രീയ പ്രസ്ഥാനം, ഏക ഭരണകൂടം അത് BJPക്ക് മാത്രമേ സാധിക്കൂവെന്ന് അവർക്കെല്ലാവർക്കും അറിയാം. അതിനാൽ ഉള്ളിൻ്റെ ഉള്ളിൽ രഹസ്യമായിട്ടെങ്കിലും അവരും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും മമതയെ പുറത്തെറിഞ്ഞ് അവിടെ BJP ഒരു സർക്കാർ രൂപീകരിക്കണം. അങ്ങനെ അനധികൃതമായിട്ട് കടന്നുകൂടിയ സകല വിദേശികളെയും ബംഗ്ലാദേശികളടക്കമുള്ളവരെ നമ്മുടെ രാജ്യത്തു നിന്ന് പുറത്താക്കണം എന്ന് തന്നെയായിരിക്കണം അവരും ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ മെയ് 4-ന് പുറത്തു വരുന്ന റിസൾട്ടിൽ ഏറ്റവും നിർണായകം, അത് മലയാളിക്കും അതെ, തമിഴിനും അതെ, അത് ആസാമിലുള്ളവർക്കും അതെ, ഇനി പുതുച്ചേരിയിലുള്ളവർക്കും അതെ, ഏതൊരു വ്യക്തിയാണെങ്കിലും അവൻ ഇന്ത്യക്കാരനാണെങ്കിൽ അവൻ ഏറ്റവും ആകാംക്ഷയോടെ ഉറ്റുനോക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പ് ഫലം അവൻ്റെ സ്വന്തം നാട്ടിലെ അല്ല, തീർച്ചയായിട്ടും അത് ബംഗാളിലെ ബലമാണ്. അവിടെ BJP ഭരണം വന്നില്ല എങ്കിലാണ് അത് എല്ലാ സംസ്ഥാനങ്ങളെയും ബാധിക്കുന്ന ഒരു ആഭ്യന്തര പ്രശ്നമായിട്ട് രൂപാന്തരപ്പെടുന്നത്. അതിനാൽ അവിടെ മമതയുടെ കിരാത ഭരണം അവസാനിച്ച് BJP കയറുന്ന ആ ഒരു ദിവസത്തിന് വേണ്ടി അതിനുള്ള റിസൾട്ട് ആയിരിക്കട്ടെ ബംഗാളിൽ നിന്ന് വരുന്നത് എന്ന് തന്നെയായിരിക്കും എല്ലാ ഇന്ത്യക്കാരും, രാജ്യത്തോട് സ്നേഹമുള്ള എല്ലാ ഇന്ത്യക്കാരും ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ബംഗാൾ റിസൾട്ട് തന്നെയാണ് ഏറ്റവും പരമപ്രധാനം.